ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. ഇന്ന് പട്ടുപാവാടയ്ക്ക് മാച്ചായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫാബ്രിക് വരുന്നത്. പീറ്റർ പാൻ കോളറൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വിലയിരുത്തലുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തന്നെ ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിനെ 4 ആക്കി ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മാത്രം നമ്മൾ ഫോൾഡാക്കി വെച്ചാൽ മതി, ക്ലോത്ത് വേസ്റ്റ് ആവാത്ത രീതിയിൽ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഫോൾഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്ലോത്തിനെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ വന്നിട്ട് 5.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ നെക്കിൻ്റെ വിടുത്തായിട്ട് നമ്മൾ 1.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ താഴോട്ടേക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ഇതാ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. 1/4 ഇഞ്ച് മുകളിൽ പോകുന്ന സിം അലവൻസ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവും പിന്നെ അതിൻ്റെ കൂടെ മെഷർമെൻറ്റ് സിം അലവൻസും കൂടി കൂട്ടിയതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് സിം അലവൻസ് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. പിന്നെ അതാ താഴോട്ടേക്കും അത്യാവശ്യം ലെങ്ത്തിന് സിം അലവൻസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഷേപ്പൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാനില്ല. പിന്നെ ക്രോപ്പ് ടോപ്പും അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ ആം ഹോളും കർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് റൗണ്ട് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ടും പിന്നെ ലെങ്ത്തായിട്ടും ഞാൻ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് പീറ്റർ പാൻ കോളർ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും 2 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത്. 1.25 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷന് ശേഷം നമ്മൾ ബാക്ക് പോർഷന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലോത്തിനെ 2 ആക്കി ഫോൾഡാക്കി വെച്ചതിന് ശേഷം മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബാക്കിൽ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 1/4 ഇഞ്ചിൽ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആ 1/4 ഇഞ്ചിന് സെയിം ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെയിം ആയിട്ട് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനെ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കാം. ഇനി അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ലൈനിങ്ങിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ടും മെയിൻ ഫാബ്രിക്കിന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോള് നെക്കിൻ്റെ ആ ഒരു ഭാഗം 2 ആം ഹോളുകളും പിന്നെ താഴെ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ലെങ്ത്ത് നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 11 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. 1/2 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടിയതിന് ശേഷം 11.5 ഇഞ്ചിൽ നമ്മൾ അടിഭാഗത്ത് ഇതാ കണ്ട ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ അടിഭാഗം വരുന്നത് സ്കേലപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട നമ്മൾ സ്കേലപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പേപ്പറിൽ. അപ്പോൾ ആ ഒരു സ്കേലപ്പ് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കേലപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. അങ്ങനെ നെക്കും ആം ഹോളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കാലപ്പിൻ്റെ ആ ഒരു പോർഷനിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പോൾ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും സ്ലോ ആയിട്ട് നമ്മൾ ക്ലോത്തിനെ മാത്രം ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. പിന്നെ എൻഡ് ഭാഗങ്ങളിൽ, അതായത് ആ സ്കാലപ്പിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു കൂർപ്പ് വരുന്ന ഭാഗത അവിടെ എത്തുന്ന സമയത്ത് പ്രഷർ ഫുട്ട് ഒന്ന് പൊക്കിയിട്ട് ക്ലോത്തിനെ തിരിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കിതിനെ നല്ല നീറ്റായിട്ടും നല്ല വൃത്തിയിലായിട്ടും നല്ല റൗണ്ട് ഷേപ്പിലായിട്ടും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇനി നമുക്ക് ആ അടിഭാഗം മുഴുവനായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്കാലപ്പ് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് പിന്നെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ അടിഭാഗം നമുക്ക് ലാസ്റ്റ് ടൈം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് മറിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതൊന്നുകൂടിയും സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാനും നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്കാലപ്പ് അടിഭാഗത്ത് വരുന്ന സമയത്ത്.
അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു സ്കാലപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷനെ നമുക്കൊന്ന് നീറ്റാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഫ്രണ്ട് പോർഷന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല വൃത്തിയായിട്ടും നല്ല നീറ്റായിട്ടും നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് അതേ രീതിയിൽ തന്നെ ബാക്ക് പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ആം ഹോളും പിന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗം സിബിൻ്റെ പോർഷനും കൂടി നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ താഴെ നമ്മുടെ സ്കാലപ്പിൻ്റെ ആ ഒരു പാട്ടും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി ഹുക്കിൻ്റെ ആ ഒരു പോർഷന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് 2.5 ഇഞ്ച് വിടുത്തിലുള്ള ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ്. പിന്നെ 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസിനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നല്ല ഭാഗത്ത് വെച്ചിട്ടും ഒന്ന് ചീത്ത ഭാഗത്ത് വെച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഹുക്കിനുള്ള പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കോളർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സീം അലവൻസ് കാണാത്ത രൂപത്തിൽ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, പീറ്റർ പാൻ കോളർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസിന് ഇതാ 2ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഇതാ ഈ ഒരു രീതിക്ക് സെയിം ആയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. വെക്കുന്ന സമയത്ത് ഇത്തിരി ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ റൗണ്ട് തന്നെ നമ്മൾ അതിൽ സ്കെച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ നെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ചിൽ റൗണ്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേറെ ലെങ്ത്ത് കുറച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യുക. പിന്നെ ഇതിലേറെ ഒന്നും കൂടി വിടുത്ത് കൂട്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഒരു മീഡിയം അളവാണ് 2 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഇനി ഇതിനൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം അത് ആ ഒരു പിന്നെ റൗണ്ടിലേക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അത് ആ ഒരു തുടങ്ങുന്ന ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഫ്രണ്ടിൻ്റെ ആ ഒരു സൈഡും പിന്നെ എൻഡ് പോർഷനുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു രീതിക്ക് തന്നെ നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു റൗണ്ടിലേക്ക് തന്നെ ഒന്ന് ഇങ്ങോട്ട് കർവ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ക്യാൻവാസ് രണ്ടും നമുക്കൊരു പീസിൽ വെച്ചിട്ട് അയൺ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിന് ശേഷം താഴോട്ടേക്ക് ഒരു പീസും കൂടി എക്സ്ട്രാ വെച്ചതിന് ശേഷം നമ്മളിതാ കണ്ടോ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നെക്കിൻ്റെ ആ ഒരു പോർഷന് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ 1/4 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വിടണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ക്യാൻവാസിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് സീം അലവൻസ് ഇടണം. നമുക്ക് നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മളിതിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നീറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഓരോ ഭാഗങ്ങളും ചെയ്യുന്ന സമയത്ത് അയൺ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഫിനിഷായിട്ട് നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി 2 സൈഡ് ഭാഗങ്ങൾ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ക്രോപ്പിൻ്റെ കംപ്ലീറ്റ് പണിയുടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സിമുലൻസ് കാണാത്ത രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. സിമുലൻസ് കാണാത്ത മെത്തേഡൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ കണ്ടോ, ആദ്യം ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക. അപ്പോൾ ഇതിലേക്ക് മാച്ചായിട്ട് നമ്മളൊരു ഫ്രോക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.